ഗൈസ് വെൽക്കം ബാക്ക് ടു ആർകെനെക്സ് പ്ലസ് ടു ഫിസിക്സിൽ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള എല്ലാ വൺ മാർക്ക് ക്വസ്റ്റ്യൻസിന്റെയും പാർട്ട് 2 സെക്ഷൻ ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സമയം വൈകിക്കാതെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. The circle of radius r is drawn with a charge +q placed at the center. The work done in moving a point charge around the circumference of the circle is. നോക്കണേ, ഒരു പോയിന്റിന് ചാർജിന് ചുറ്റുമുള്ള സർക്കംഫറൻസിലൂടെ നമ്മൾ ഒരു പോയിന്റ് ചാർജിനെ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എത്ര വർക്ക് ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കണേ, ഒരു പോയിന്റ് ചാർജ് ആണ്. ഈ പോയിന്റ് ചാർജിന് ചുറ്റുമുള്ള ഈ എടുത്തിരിക്കുന്ന സർക്കംഫറൻസ് എന്ന് പറയുന്നത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് dv എന്ന് പറയുന്നത് 0 ആണ്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആയി കഴിഞ്ഞാൽ dv 0 ആയി കഴിഞ്ഞാൽ അവിടെയുള്ള വർക്കും 0 ആയിരിക്കും. ക്ലിയർ അല്ലേ? സോ മനസ്സിലാക്കി വെക്കാം, ഇവിടെ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 0. സിമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഡ്രോ ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് അറൗണ്ട് എ പോയിന്റ് ചാർജ്. ഒരു പോയിന്റ് ചാർജിന് അറൗണ്ട് ആയിട്ടുള്ള ചുറ്റുമുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരക്കാൻ പറഞ്ഞാൽ നമ്മൾ സ്ഫിയർ ആണ് വരക്കേണ്ടത്. പക്ഷേ പേപ്പറിൽ നമുക്ക് സ്ഫിയർ വരക്കാൻ കഴിയില്ല. സോ സർക്കിൾസ് വരച്ചു കൊടുക്കാം, കോൺസെൻട്രിക് ആയിട്ടുള്ള സർക്കിൾസ് വരച്ചു കൊടുക്കാം. പക്ഷെ ഓർത്ത് വെക്കണം, ഇവിടെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത് കോൺസെൻട്രിക് ആയിട്ടുള്ള സ്ഫിയേഴ്സ് ആണ്. അതുപോലെ തന്നെ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ് ആണ്, രണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് കൂടി വരുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ കൃത്യമായിട്ട് വരച്ച് റെപ്രസെന്റ് ചെയ്തു വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. An electric dipole is placed in a uniform electric field. The electrostatic potential energy of the dipole system is. Electrostatic potential energy യുടെ ഇക്വേഷൻ മനസ്സിലാക്കി വെക്കാം. U is equal to -PE cos theta. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. 1 volt is equivalent to. ഒരു വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വോൾട്ട് അല്ലെങ്കിൽ 1 പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് പോസിറ്റീവ് 1 കൂളം ചാർജിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട വർക്ക് 1 ജൂൾ ആണെങ്കിൽ അവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ 1 വോൾട്ട് എന്ന് വിളിക്കുന്നത്. സോ V is equal to W/Q. ഇവിടെ വർക്കിന്റെ SI യൂണിറ്റ് നമുക്കറിയാം, അത് ജൂൾ ആണ്. അതുപോലെ തന്നെ ചാർജിന്റെ SI യൂണിറ്റ് കൂളംബ് ആണ്. സോ ഇവിടെ നമുക്ക് പറഞ്ഞു വെക്കാം വോൾട്ടിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ പെർ കൂളംബ് ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. അടുത്ത സിമ്പിൾ ക്വസ്റ്റ്യൻ നോക്കണേ. വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് എ കപ്പാസിറ്റർ? നമുക്കറിയാം ഒരു കണ്ടക്ടറിനെ ചാർജ് ചെയ്യുന്ന സമയത്ത് അയാളുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുന്നുണ്ട്. സോ Q ഈസ് പ്രൊപ്പോർഷണൽ ടു V. ഈ പ്രൊപ്പോർഷണാലിറ്റി ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആ കോൺസ്റ്റന്റിനെയാണ് നമ്മൾ കപ്പാസിറ്റൻസ് എന്ന് വിളിക്കുന്നത്. സോ കപ്പാസിറ്റൻസ് C ഈസ് ഈക്വൽ ടു Q/V എന്ന് എഴുതി വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ലോറൻസ് ഫോഴ്സ്? ഒരു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ എവിടെയാ മൂവ് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ മുകളിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സിനെ നമ്മൾ വിളിച്ചു ലോറൻസ് ഫോഴ്സ്. ലോറൻസ് ഫോഴ്സിന്റെ ഇക്വേഷൻ കൂടെ ഓർത്തു വെക്കാം. എന്താണ് ഇക്വേഷൻ? F is equal to QVB sin theta. ഇവിടെ Q എന്ന് പറയുന്നത് ചാർജ് ആണ്, V വെലോസിറ്റി ഓഫ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്, V എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്, theta is the angle between velocity vector and magnetic field. സിമ്പിൾ അല്ലേ? ഇക്വേഷൻ കൂടെ എഴുതി വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ഗോസ്സസ് ലോ ഇൻ മാഗ്നറ്റിസം. ഗോസ്സസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഗോസ്സസ് ലോ ഇൻ മാഗ്നറ്റിസം എന്താ പറയുന്നത്? നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഈസ് 0. നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് 0 ആണ്. രണ്ട് ഇക്വേഷൻ കൂടെ ഓർത്ത് വെക്കാം. Φb is equal to 0, closed integral B dot ds is equal to 0 കൂടെ എഴുതി വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. How will you convert a galvanometer into an ammeter? ഒരു ഗാൽവനോമീറ്ററിനെ എങ്ങനെ എമ്മീറ്റർ ആയിട്ട് കണക്ട് ചെയ്യാം? വളരെ സിമ്പിൾ. ഒരു ഷണ്ട് റെസിസ്റ്റൻസിനെ പാരലലി കണക്ട് ചെയ്യാം. ഷണ്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ലോ റെസിസ്റ്റൻസ് ആണ്. സോ വളരെ കുറഞ്ഞ റെസിസ്റ്റൻസ് ഉള്ള ഒരു ഷണ്ട് റെസിസ്റ്റൻസിനെ നമ്മൾ പാരലലി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. Write the equation for current sensitivity of a moving coil galvanometer. എന്താ ഈ കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാൽവനോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് കറണ്ടിനെയാണ് നമ്മൾ കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. ഡിഫ്ലക്ഷന്റെ ഇക്വേഷൻ നമുക്കറിയാം. Phi is equal to NAB I divided by K ആണ്. സോ ഇവിടെ കറണ്ട് ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് കറണ്ടിനെ നമുക്ക് Phi/I എന്ന് റെപ്രസെന്റ് ചെയ്യാം. സോ Phi/I is equal to NAB divided by K ആണ്. ഇവിടെ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ ആണ്. A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കോയിൽ ആണ്. B എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. K എന്ന് പറയുന്നത് ഓർത്ത് വെക്കാം, അത് ടോർഷൻ കോൺസ്റ്റന്റ് ആണ്. എളുപ്പമല്ലേ? സിമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. Write the equation for motional EMF induced in a conductor of length L moving with a velocity V in a uniform magnetic field B. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് B യിലൂടെ L ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടർ V വെലോസിറ്റിയോട് കൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന മോഷണൽ EMF ന്റെ ഇക്വേഷൻ ഓർത്ത് വെക്കാം. E is equal to VLV. എളുപ്പമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. Write the mathematical form of Ampere's circuit law. നമുക്കറിയാം closed integral B dot dl is equal to mu 0 I ആണ്. നോക്കണേ.
the direction of magnetic field around a current carrying conductor is given by ഒരു current carrying conductor ചുറ്റുമുണ്ടാക്കുന്ന magnetic fieldന്റെ direction കാണണമെങ്കിൽ right hand thumb rule ഉപയോഗിക്കാം. അടുത്ത question state Biot-Savart's law. Biot-Savart's law പറയുന്നത് ഒരു current elementന് ചുറ്റുമുള്ള magnetic fieldന്റെ equation dB is equal to mu 0 by 4 pi ideal sin theta divided by r square ആണ് അറിയുന്ന കാര്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഓഫ് എ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്താണ്? ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണോ അത് നെഗറ്റീവ് ആയിരിക്കും. ഓർത്ത് വെക്കണേ, ഡയയുടെ നെഗറ്റീവ് ആണ്, ഡയാമാഗ്നറ്റിക്കിന്റെ നെഗറ്റീവ് ആണ്. അതുപോലെ തന്നെ പാരാമാഗ്നറ്റിന്റെയും അതേപോലെ തന്നെ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിന്റേതും പോസിറ്റീവ് ആയിരിക്കും. ഓർത്ത് വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ അറ്റ് എ ഹൈ ഇനഫ് ടെമ്പറേച്ചർ എ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ബിക്കംസ് വളരെ ഹൈ ടെമ്പറേച്ചറിൽ ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ത് മെറ്റീരിയൽ ആയിട്ടാ മാറുക? അത് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ട് മാറും. അങ്ങനെ ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആകുന്നത് ക്യൂറി ടെമ്പറേച്ചറിന് മുകളിലാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ദ SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് എ ഡൈപോൾ ഈസ്. മാഗ്നറ്റിക് മൊമെന്റിന്റെ SI യൂണിറ്റ് ആംപിയർ മീറ്റർ സ്ക്വയർ ആണ്. Which of the following is not a ferromagnetic material? തന്നിട്ടുള്ളതിൽ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ അല്ലാത്തത് ഏത് നോക്കണേ. കൊബാൾട്ട്, അതേപോലെ തന്നെ അയൺ, നിക്കൽ, ഇത് മൂന്നും ഫെറോ ആണ്. അപ്പൊ ഫെറോ അല്ലാത്തത് ആരാ? ഫെറോ അല്ലാത്തത് ബിസ്മത്ത് ആണ്. ബിസ്മത്ത് ആണ് കറക്റ്റ് ആൻസർ. സോ ബിസ്മത്ത് ഈസ് നോട്ട് എ ferromagnetic material. അടുത്ത ക്വസ്റ്റ്യൻ the figure below shows a bar of a material placed in an external magnetic field. The figure below shows a bar of material placed in an external magnetic field. ഈ തന്നിരിക്കുന്ന മെറ്റീരിയൽ ഏതാണ്? ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഈ മെറ്റീരിയലിലൂടെ പാസ് ചെയ്ത് അങ്ങനെ പോകുന്നില്ല, റെപ്പൽ ചെയ്ത് പോകുന്നുണ്ട്. സോ പറഞ്ഞു വെക്കാം ഇതൊരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. സിമ്പിൾ അല്ലേ? ഇനി ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ എല്ലാ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും ഈ മെറ്റീരിയലിലൂടെ പാസ് ചെയ്ത് പോകണം. സോ ഫെറോയും അല്ല അതുപോലെ തന്നെ പാരയും അല്ല, തന്നിരിക്കുന്ന മെറ്റീരിയൽ ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഡു യു മീൻ ബൈ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ? നോക്കണേ, ഡീവിയേഷൻ എന്ന് പറയുന്നത് ഏറ്റവും മിനിമം, അതായത് സ്മോളസ്റ്റ് വാല്യൂ കിട്ടണം. ഡീവിയേഷൻ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ കിട്ടുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് എമർജൻസും ഈക്വൽ ആകുമ്പോഴാണ്. അങ്ങനെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് എമർജൻസും ഈക്വൽ ആകുന്ന സമയത്ത് ഡീവിയേഷൻ ഏറ്റവും മിനിമം വാല്യൂ കാണിക്കും. ഓർത്ത് വെക്കാം, ഡീവിയേഷൻ ഏറ്റവും മിനിമം ആണെങ്കിൽ ഈ പ്രിസത്തിനകത്ത് കൂടെ പോകുന്ന റിഫ്രാക്റ്റഡ് റേ ഇവിടെ നമ്മളുടെ പ്രിസത്തിന്റെ ബേസിന് പാരലൽ ആയിട്ടാണ് പോകുക. ഓർത്ത് വെക്കാം, സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാം. ഇവിടെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറയുന്നത് മിനിമം ആകുന്ന സമയത്ത് പ്രിസത്തിനകത്ത് പോകുന്ന റിഫ്രാക്റ്റഡ് റേ കാണുന്നില്ലേ? ഈ റിഫ്രാക്റ്റഡ് റേ നമ്മളുടെ പ്രിസത്തിന്റെ ബേസിന് പാരലൽ ആയിട്ടാണ് മൂവ് ചെയ്യുക എന്നുള്ള പോയിന്റ് കൂടെ ഓർത്ത് വെക്കാം. ബൈ.